സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 ഇന്ന് റിലീസ് ചെയ്തിരുന്നു. ഒരു 7 എപ്പിസോഡുകളാണുള്ളത്. സീസൺ 1 അതേപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീസൺ തന്നെയാണ് സെക്കൻഡ് സീസൺ. ഇത് കുറേ പേര് ഈ സാധനം കുറേ ഗെയിം പ്രതീക്ഷിച്ച് കാണും. കാരണം ആദ്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇതിൽ അത്രയും ഗെയിമുകളില്ല, ഉള്ള ഗെയിമുകളുടെ എണ്ണം കുറവാണ്. ഇതിൽ വേറെ രീതിയിലാണ് ഒരു കഥ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ആദ്യ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു മെയിൻ പ്രോട്ടോഗണിസ്റ്റ് ക്യാരക്ടർ ഒരു 500 പേരുണ്ടായിരുന്നില്ല. ആ ഒരു ക്യാരക്ടർ മാത്രമാണ് സർവൈവ് ചെയ്തത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ആ ഒരു ക്യാരക്ടർ പിന്നെ ഈ ഒരു ഗെയിമിലേക്ക് എങ്ങനെ എത്തിപ്പെടുകയാണ്, ഇവിടുന്ന് ആ ഒരു ക്യാരക്ടർ ആൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവരും കൂടി എങ്ങനെ ഒരുമിച്ച് രക്ഷിക്കാൻ നോക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുക. സോ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ അടിപൊളിയാണ്. ജസ്റ്റ് ഒരു ഗെയിം മാത്രം കാണിച്ച് പിന്നെ ഈ സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് കാണിക്കാനല്ല അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഇതിൻ്റെ ടോട്ടൽ സീസൺ തോന്നിയത്. കാരണം ഇതേ സമയത്ത് തന്നെ പുറത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇയാൾ പുറത്ത് പോയിട്ട് ഇവർ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആരെ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നതും. സോ ഇതും കൂടി പാരലായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിൽ പലർക്കും ഇതിൽ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുക. കാരണം ആദ്യ സീസണിലെ പോലെ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ഒന്നും അധികമില്ല. നമ്മൾ അതിൽ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുടെ കൂടെ ഉള്ള ആളിങ്ങനെ ആളുടെ ഗ്യാങ്ങിൽ സ്ഥിരം മൂപ്പിൽ സംസാരിക്കുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ഒരാളൊക്കെ ഇല്ല. അങ്ങനത്തെ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇതിൽ കുറവാണ്. ഇതില്ല എന്നല്ല, ഇതിൽ കുറവാണെന്ന് പറയാം. പക്ഷേ ഇതിൽ വേറെ കുറേ സാധനങ്ങൾ ഇടയിൽ കയറി വരുന്നുണ്ട്. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഈ പരിപാടി നടത്തുന്ന ആൾക്കാരിൽ ചിലവർ ഇവിടെ വന്ന് കയറുന്നതും അതാരൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടു തന്നെ മനസ്സിലാവും. സോ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കുറേ സീരീസ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ സാധനം ആൻഡ് ഒരു എൻഡ് പോർഷനിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിപ്പോൾ തീരും അല്ലെങ്കിൽ ഇത് വെറുതെ വലിപ്പിക്കലായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മോഡ് തന്നെ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. സോ സ്ക്വിഡ് ഗെയിം എന്നൊരു സീരീസിന് ഒരു പ്രോപ്പർ കംപ്ലീഷൻ ഉണ്ട്. ഇത് വെറുതെ ഇങ്ങനെ എല്ലാ വർഷവും വെറുതെ കുറേ ഗെയിമുകൾ വെച്ച് കൊണ്ടുപോകല്ല എന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇവർ ഈ സീസണിൻ്റെ അവസാനം. സോ ഒരു പ്രോപ്പർ ക്ലിഫ് ഹാങ്ങറിലാണ് കൊണ്ടുവച്ചിട്ടുള്ളതെന്ന് പറയാം. സോ ഞാൻ വിചാരിച്ചു ഇതൊരു പാർട്ടായിട്ട് സാധാരണ ഇങ്ങനെ ഇറക്കാറുണ്ട്. സ്ക്വിഡ് ഗെയിം സീസൺ 2 പാർട്ട് 1 ദെൻ പാർട്ട് 2 വേറെ വരുന്നൊക്കെ. പക്ഷെ അങ്ങനെ എല്ലാവരും ഒരുക്കിയിട്ടുള്ളത് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഈ സാധനം ഷൂട്ട് ചെയ്ത് 2 സീസണായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഈ സീസണോട് അല്ലെങ്കിൽ 3rd സീസണോട് ഈ സാധനം കംപ്ലീറ്റ് ചെയ്യാണ്. സോ സീസൺ 2 അവസാനം അതൊരു എഴുതി കാണിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ എൻ ക്രെഡിറ്റും ഉണ്ട്. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം 2025 ഈ 3rd സീസൺ പുറത്തിറങ്ങും. അത് അവസാനത്തെ ആൻഡ് ഫൈനൽ സീസൺ ആയിരിക്കും കൂടി അവർ പറയുന്നുണ്ട്. സോ അത് നല്ലൊരു സാറ്റിസ്ഫൈങ് എൻഡായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏത് കാലത്ത് ഇവർ കാണിക്കാനാണെന്ന് വിചാരിച്ചപ്പോൾ സാധനം ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ഒരു ഫൈനൽ സീസൺ. അടുത്ത വർഷം തന്നെ പുറത്തിറങ്ങുന്നത് കാണുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. നല്ലൊരു പരിപാടി തന്നെ. ഇപ്പോൾ ഡാർക്കൊക്കെ നിർത്തിയ പോലെ തന്നെ നന്നായിട്ട് നിർത്തുക. പിന്നെ അങ്ങനത്തെ വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മണി ഹേസ്റ്റ് ഇതൊക്കെ നിർത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങൾ വെറുതെ വലിപ്പിച്ചെങ്കിലും കൊണ്ടുപോകുന്നുള്ളത്. സ്ക്വിഡ് ഗെയിം വേണമെങ്കിൽ അവർക്ക് ഒരു 10 സീസൺ ആണെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. കാരണം ഫസ്റ്റ് സീസൺ അത്രയും പോപ്പുലാരിറ്റി കിട്ടിയൊരു സാധനമാണ്. സോ അത്രയും പോപ്പുലറായ സാധനത്തിന് വലിപ്പിക്കാതെ പ്രോപ്പർ കംപ്ലീഷൻ കൊടുക്കാൻ നല്ല സാറ്റിസ്ഫൈങ് എൻഡ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ സീസൺ 2 എന്നെ സംബന്ധിച്ച് നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ചിലർക്ക് ചിലപ്പോൾ ആ ക്യാരക്ടേഴ്സിനൊക്കെ മിസ് ചെയ്യും. കാരണം അവർക്ക് മരിച്ചുപോയി. ഇതിൽ വേറെ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാരക്ടർ കെമിസ്ട്രി വലുതായിട്ടില്ലെങ്കിലും ഞാൻ ഗെയിമുകൾ അധികമൊന്നുമില്ല. ഇതിൽ ആദ്യത്തെ ഗെയിം നമ്മൾ പണ്ട് കണ്ട മെയിൻ ആ സാധനം തന്നെ ഈ കണ്ണുമുത്തിക്കളി സെയിം സാധനം തന്നെ ആ ഒരു ഡോൾ വെച്ച് തിരിക്കുന്ന സാധനം. പിന്നീട് അങ്ങോട്ട് കുറച്ച് ഗെയിമുകളൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് സീസൺ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും സെക്കൻഡ് സീസൺ എന്ന് വിചാരിച്ച് കാണാൻ പോകുന്നവരോട് ചെറിയൊരു കോഷൻ എനിക്ക് പറയാനുള്ളത്, ഗെയിംസ് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിം വരും ആ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാണാൻ നിൽക്കരുത്. കാരണം ഗെയിമുകളുടെ എണ്ണം കുറവാണ്, കഥ പ്രോഗ്രസീവാണ്. വേറെ തലത്തിലേക്ക് ഒരു റിബല്യൻ മോഡിലേക്ക് സാധനം മാറും. അങ്ങനെയാണ് ഇവർ കൊണ്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് വേറൊരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുള്ളത്, സ്ക്വിഡ് ഗെയിം എന്നൊരു സാധനം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേറൊരു അണ്ടർറേറ്റഡ് ജെമ്മുണ്ട് നെറ്റ്ഫ്ലിക്സിൽ തന്നെ, അധികം ആൾക്കാർ കണ്ടിട്ടില്ല. ഐ തിങ്ക് എനിക്ക് പേഴ്സണലി ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ആലിസ് ഇൻ ബോർഡർലാൻഡ്. വേറെ ലെവലൈറ്റാണ് അത്. ഇതേപോലെ തന്നെ ഗെയിംസും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് പോകുന്നത്. അത് കുറച്ചും കൂടി ഒരു സൈഫൈ മോഡിലുള്ള സാധനമാണെന്ന് പറയാം. ആൻഡ് അതിൻ്റെ ഒരു 2 സീസണോട് തീർക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഒരു 3rd സീസണിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഐ തിങ്ക് അടുത്ത വർഷം പുറത്തിറങ്ങുന്നുണ്ടാവുന്നുണ്ട് 3rd സീസൺ ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ. കിടില സാധനമാണ്. ഒരു എപ്പിസോഡ് പോലും നിങ്ങൾക്ക് അനാവശ്യമായിട്ട് തോന്നില്ല. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സാധനം. സോ സ്ക്വിഡ് ഗെയിം ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ 2 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആലിസ് ഇൻ ബോർഡർലാൻഡാണ്. കാരണം അത് കുറേ കൂടി, ഇത് മോശമൊന്നുമല്ല, പക്ഷെ അത് കുറേയും കൂടി വേറെ പ്ലോട്ടിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സീരീസാണ് ആലിസ് ഇൻ ബോർഡർലാൻഡ്. സോ സ്ക്വിഡ് ഗെയിമിന് കിട്ടിയ അത്രയും പോപ്പുലാരിറ്റി അതിനില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത്. സോ സ്ക്വിഡ് ഗെയിമിൻ്റെ സെക്കൻഡ് സീസൺ മൊത്തം 7 എപ്പിസോഡുകളാണുള്ളത്. എല്ലാവരും 1 മണിക്കൂറിന് മുകളിൽ റൺ ടൈം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സീസണെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, 3rd സീസണെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.